മുംബൈ ഇന്ത്യൻസ് നോക്കുവാണെങ്കിൽ പ്രതികാരം വീട്ടി കഴിഞ്ഞ സീസണിനകത്ത് പ്ലേ ഓഫിനകത്ത് മുംബൈയെ പരാജയപ്പെടുത്തിയായിരുന്നു പഞ്ചാബ്. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ അതിന്റെ പലിശ സഹിതം തിരിച്ചു കൊടുത്തു. ഒരു ഒന്നൊന്നര പണിയാണ് പഞ്ചാബിന് കൊടുത്തത്. ഇത് എന്തൊരു ടീമാണ് പഞ്ചാബ്, ഒരു പിടിയും കിട്ടുന്നില്ല. ആദ്യത്തെ 6 കളി ജയിച്ച ഒരു ടീം താണ്ട് കിടക്കുന്നു, 5 കളി പരാജയപ്പെടുന്നു. ഒരു കളി 2 കളി അക്സെപ്റ്റ് ചെയ്യാം, അടുപ്പിച്ച് 5 കളി ചാണക്യനായ റിക്കി പോണ്ടിങ്ങിന്റെ ടീം 5 തവണ തോക്കുവോ? ശ്രേയസ് അയ്യറിനെ കൂടി ഇന്ത്യൻ ടീമിലേക്ക് വരാനിരിക്കുന്ന ഒരു ക്യാപ്റ്റന്റെ ടീം 5 കളിയൊക്കെ തോക്കുമെന്ന് വെച്ചാൽ ഇവർ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കളിയിൽ നിന്ന് ഇവരെന്താണ് പഠിച്ചത്? ഇവർ അടുപ്പിച്ച് 5 കളി പരാജയപ്പെടുന്നു. അതിൽ 4 കളി നോക്കുവാണെങ്കിൽ ഈ ടീമിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ടീമിന് 4 കളി ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കളി ചേസ് ചെയ്യാൻ വന്നു SRHനെതിരെ പറ്റിയില്ല. പക്ഷെ ബാക്കിയുള്ള 4 കളിയിൽ എതിർ ടീം നോക്കുവാണെങ്കിൽ ഇവർക്കെതിരെ ചേസ് ചെയ്യുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഞാൻ ഒരുപാട് വാഴ്ത്തിയ ഒരു ക്യാപ്റ്റനാണ്, ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാൻ കൊതിച്ച ഒരാളാണ്. പക്ഷെ ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ 200 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ക്യാപ്റ്റനായിട്ട് മാറുക. 7 തവണയാണ് ശ്രേയസ് അയ്യറിന് 200 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ പോയത് IPLനകത്ത്. റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യറിന്റെ കയ്യിലാണ്. ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസി സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. ബോളർമാർ ആൾറെഡി മോശമാണ്. ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ ഓഫ് സൈഡിനകത്ത് ഫീൽഡ് സെറ്റ് ചെയ്യും, ബോളർമാർ വന്ന് ലെഗ് സൈഡിൽ എറിയും. ക്യാപ്റ്റൻ വന്നിട്ട് ലെഗ് സൈഡിനകത്ത് ഫീൽഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേനും ബോളർമാർ വന്നിട്ട് ഓഫ് സൈഡിനകത്ത് ബോൾ ചെയ്യും. ഇന്നത്തെ കളിയിൽ പഞ്ചാബ് കിങ്സ് 200 റൺസ് എടുക്കുന്നു, അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. റൺസ് ഷോർട്ട് ആയിരുന്നു. വിഷ്ണു വിനോദും ഒമർ സായും കൂടെ വന്ന് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് 200 റൺസ് വന്നു. അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് മുമ്പേ ജയിച്ചേനെ. അവർ മേ ബി ഒരു 17-18 ഓവറിനകത്ത് കളി ജയിച്ചേനെ. അവര് കാഴ്ചവെച്ച ഒരു പ്രകടനം കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ക്യാപ്റ്റൻസി, ഇവരുടെ ബോളിംഗ് പെർഫോമൻസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശമായ ഒരു ബോളിംഗ് പെർഫോമൻസും ക്യാപ്റ്റൻസിയാണ് ശ്രേയസ് അയ്യർ തുടരെ കാഴ്ചവെക്കുന്നത്. ഇന്ന് 16ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ ഒരു ലെഗ് സ്പിന്നർക്കെതിരെ കൊടുക്കുന്നു, അവിടെ 20 റൺസ് വഴങ്ങുന്നു. അവിടെ നോക്കുവാണെങ്കിൽ മുന്നമേ ചഹാലിന്റെ ഓവർ കൊടുത്തിരുന്നെങ്കിലോ, ചഹാൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു, നല്ലപോലെ ബോൾ ചെയ്തു. ചഹാൽ നോക്കുവാണെങ്കിൽ 4 ഓവറിൽ 32 റൺസാണ് വഴങ്ങിയത്. അവസാനത്തെ ഓവറിലാണ് ചഹാൽ 20 റൺസ് വഴങ്ങുന്നത്. 16ാമത്തെ ഓവർ അല്പം കൂടെ മുമ്പേ ചഹാലിനെ കൊണ്ടൊരു ബോളറിന് ബോൾ കൊടുത്തിരുന്നെങ്കിൽ മേ ബി റിസൾട്ട് മറ്റൊന്നായി പോയനെ. സ്പിന്നർമാരെ വലിയ രീതിയിൽ തുണയ്ക്കാത്ത ഒരു പിച്ചാണ്. 70% വിക്കറ്റ് കിട്ടിയേക്കുന്നത് ഇവിടെ പേസ് ബോളർമാർക്കാണ്. അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടിലാണ് ചഹാലിനെ കൊണ്ട് 16ാമത്തെ ഓവറിൽ കൊടുക്കുന്നു, കളി കംപ്ലീറ്റ് അവിടെ തെളിയിക്കുന്നു. അതുപോലെ തന്നെ 18ാമത്തെ ഓവർ മാർക്കോ യാൻസനെ കൊണ്ടുവരുന്നു, തല്ലുകൊള്ളി ചണ്ടയാണ്. ഇന്ത്യയെ ടെസ്റ്റിൽ പരാജയപ്പെടുത്തിയവനാണ്. എന്നാ ബോളിംഗ് ആയിരുന്നു ഈ T20 വേൾഡ് കപ്പിന്, എന്നാ മനോഹരമായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. പക്ഷെ തല്ല് വാങ്ങിച്ചു കൂട്ടുന്നു. 18ാമത്തെ ഓവർ തീർച്ചയായിട്ടും അർഷ്ദീപ് സിംഗിന് അവിടെ കൊടുക്കണമായിരുന്നു. അർഷ്ദീപ് സിംഗിന്റെ 2 ഓവർ നോക്കുവാണെങ്കിൽ അവിടെ വെക്കണമായിരുന്നു. ഇവരിൽ ബോളിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ വിഷ്ണു വിനോദ് വന്നപ്പോഴത്തേന് ഒരു ബോളർ ഷോർട്ടായി പോയി. ശശാങ്ക് സിംഗിന് ബോൾ ചെയ്യാൻ കഴിയും, ഷെഡ്ഗയ്ക്ക് ബോൾ ചെയ്യാൻ കഴിയും. അവർക്ക് ഒരു ഓവർ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ 2 ഓവർ മേ ബി അർഷ്ദീപ് സിംഗിന് വന്നേനെ. അർഷ്ദീപ് സിംഗിന് മേ ബി കളി ടൈറ്റ് ആക്കാൻ കഴിഞ്ഞേനെ. നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു അർഷ്ദീപ് സിംഗ് നോക്കുവാണെങ്കിൽ. ഇന്ന് വലുതായിട്ട് അടി കൊണ്ടില്ല അർഷ്ദീപ് സിംഗിന്. 4 ഓവറിനകത്ത് 29 റൺസാണ് കൊടുത്തത്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 7 വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. അവിടെ സേവിയർ ബാറ്റിലെടുത്ത് എന്തായാലും തല്ലുകൊള്ളൂ എന്ന് അറിയാമായിരുന്നു. 2 ഓവർ ഷെഡ്ഗയുടെയും ശശാങ്ക് സിംഗിനെയും യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ അവസാനത്തെ 2 ഓവർ 18ാമത്തെ ഓവറും 20ാമത്തെ ഓവർ മേ ബി അർഷ്ദീപ് സിംഗിന് കിട്ടിപ്പോയനെ. 18ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ 22 റൺസ് മാർക്കോ യാൻസൺ കൊടുത്തപ്പോഴത്തേനെ കളി അവിടെ അവസാനിച്ചു. റിക്കി പോണ്ടിങ്ങിനെ പറഞ്ഞാൽ മതിയല്ലോ, എല്ലാ ഡോളറും കൂടെ നോക്കുവാണെങ്കിൽ ആസ്ട്രേലിയയിലോട്ട് കൊണ്ടുപോവാണ്. എത്ര ആസ്ട്രേലിയൻ ബോർഡർമാരാണ്? സേവിയർ ബാറ്റിലെറ്റ് ആസ്ട്രേലിയൻ ടീമിൽ പോലും ഇല്ല. ബെൻ ഡാരിഷസ് ആസ്ട്രേലിയൻ ടീമിലോട്ട് വരും, പുറത്തേക്ക് പോകും, അങ്ങനെ ഒരു ബോർഡറാണ്. സ്റ്റോയിൻസ് ഇന്ന് പുറത്താണ്. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ സ്റ്റോയിൻസ് ആണ് തോൽപ്പിച്ചത്. ഇന്ന് എന്തായാലും ഒമർ സായെ കൊണ്ടുവന്നുകൊണ്ട് ഒമർ സായി 2 വിക്കറ്റും എടുത്തു. അതുപോലെ ബാറ്റിംഗ് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. ഒരു 200 റൺസ് എന്ന് പറഞ്ഞൊരു സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞു. സോ ഈ പന്തിവർഷം കൂടുതലാണ് റിക്കി പോണ്ടിങ്ങിന്. നല്ല ഒരു കോച്ച്, നല്ലൊരു ക്യാപ്റ്റൻ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ പന്തിവർഷമാണ്. ഇന്ന് ഈ പഞ്ചാബ് കിങ്സിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയക്കാരാ. അതിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു ലോക്കി ഫെർഗൂസനും ഒരു മാർക്കോ യാൻസനും ഒഴിച്ചു വെച്ച് നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാവരും ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ആണ്. ഫോറിൻ പ്ലേയേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇതാണ് ഞാനും എൻ്റെ കുടുംബക്കാരും മതിയെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. മാറി പരീക്ഷിക്കാൻ പറ്റിയ ഒരു ബോളർമാരില്ല. ഇവരെ തന്നെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ്. പവർ പ്ലേക്കകത്ത് നോക്കുവാണെങ്കിൽ 4 സ്ലോ ബോളാണ് എറിഞ്ഞത് പഞ്ചാബ് കിങ്സ്. 4 സ്ലോ ബോൾ. ഇവിടെ നോക്കുവാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ഏകദേശം പവർ പ്ലേക്കകത്ത് 15ഓളം സ്ലോ ബോൾസ് എറിഞ്ഞു. അവിടെ ബാറ്റ്സ്മാൻമാരെ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു. പ്രിയാൻ ഷാരിയുടെ വിക്കറ്റ് എടുത്ത് എങ്ങനെ നമ്മൾ കണ്ടായിരുന്നു. ഒരു നക്കിൾ ബോൾ എറിഞ്ഞിട്ടാണ് ദീപക് ചഹാർ വന്നിട്ട് വിക്കറ്റ് എടുത്തത്. ഷാദുൽ താക്കൂർ 4 വിക്കറ്റ് എടുത്ത് എങ്ങനെ നമ്മൾ കണ്ടു. വേരിയേഷൻസ് കൊണ്ടുവന്നു, സ്ലോ ബോൾ എറിഞ്ഞ് വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടാണ് അവിടെ വിക്കറ്റ് എടുത്തത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർ പേസ് ഓൺ ചെയ്ത് ബോൾ ചെയ്തുകൊണ്ടേയിരുന്നു, അവർ അടിച്ചുകൊണ്ടേയിരുന്നു. സ്ലോ ബോൾ എറിഞ്ഞപ്പോഴെല്ലാം റിക്കൾട്ടൻ അവിടെ സ്ട്രഗിൾ ചെയ്തു. 4 സ്ലോ ബോൾ എറിഞ്ഞപ്പോഴെല്ലാം സ്ട്രൈക്ക് റേറ്റ് 100ന് താഴോട്ട് വന്നായിരുന്നു. പക്ഷേ
അവിടെ പേസ് ഓൺ ചെയ്തുകൊണ്ട് ബോൾ ചെയ്തുകൊണ്ടിരുന്നു. ഈസി ആയിട്ട് വന്നിട്ട് റിക്കൾട്ടൻ ഫ്ലിക്ക് ഷോട്ട്, പിക്കപ്പ് ഷോട്ട്, ഫുൾ ഷോട്ട് കളിച്ചുകൊണ്ടായിരുന്നു. മാച്ചിന് നോക്കുവാണെങ്കിൽ പവർ പ്ലേക്കകത്ത് തന്നെ പഞ്ചാബിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. റിക്കൾട്ടനെക്കാട്ടി എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് തിലക് വർമ്മ. ഇന്ന് വന്നിട്ട് കളിച്ച ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആ ഏഷ്യ കപ്പിനകത്ത് എങ്ങനെയാണോ ടീമിനെ വിജയിപ്പിച്ചത് അതുപോലെ അടിക്കേണ്ടടുത്ത് അടിച്ച് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്നു. സേവർ ബാറ്റിൽ നോക്കുവാണെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ബോൾ ചെയ്തുകൊണ്ടായിരുന്നു. ഒരു ബോൾ നോക്കുവാണെങ്കിൽ കണക്ട് ആയില്ല. മനസ്സിലായി, അടുത്ത ബോൾ അവിടെ തന്നെ അവൻ എറിയുമെന്ന് വിചാരിച്ചു. കറക്റ്റ് ആയിട്ട് ഡീപ്പ് എക്സ്ട്രാ കവറിന്റെ വണ്ടിലൂടെ 6 അടിക്കുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. അവിടെ നോക്കുവാണെങ്കിൽ ചഹാലിനെ ടേക്ക് ഓൺ ചെയ്യുന്നു. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ സേവർ ബാറ്റ്ലറ്റിനെ നോക്കുവാണെങ്കിൽ ടേക്ക് ഓൺ ചെയ്യുന്നു. മാർക്കോ യാൻസനെ നോക്കുവാണെങ്കിൽ ടേക്ക് ഓൺ ചെയ്തിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു തിലക് വർമ്മ. 33 ബോളിൽ നിന്ന് 75 റൺസ്, 6 4 6 6 227 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് കിടിലൻ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ കളി RCBക്കെതിരെ ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു. ഇന്നും വന്നിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു തന്റെ ടീമിനെ വിജയിപ്പിക്കുന്നു. ഇനി പഞ്ചാബിന്റെ ബാറ്റിങ്ങിലോട്ട് പോകണമെങ്കിൽ പ്രഭാത് സിമ്രന്റെ ഒരു ക്യാച്ചിന് അവധീർ കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ സ്ഥിതി അല്പം കൂടെ വേസ്റ്റ് ആയത്. ഒരു 4 റൺസിലോ 5 റൺസിലാണെന്ന് തോന്നുന്നു ക്യാച്ച് കൊണ്ട് കളഞ്ഞത്. പിന്നെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു 57 റൺസ് പ്രഭാത് സിമ്രൻ എടുക്കുന്നു. പ്രഭാത് സിമ്രൻ ഔട്ട് ആകുമ്പോഴത്തേന് ഇവരുടെ സ്കോർ, പഞ്ചാബിന്റെ സ്കോർ 11 ഓവറിനകത്ത് 107 റൺസ് 2 വിക്കറ്റ് പോയെടുത്തുന്നു. അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഷെയർ മാർക്കറ്റ് താഴോട്ട് വീഴുന്ന പോലെ 13ാമത്തെ ഓവറിൽ വിക്കറ്റ്, 14ാമത്തെ ഓവറിൽ വിക്കറ്റ്, 16ാമത്തെ ഓവറിൽ വിക്കറ്റ്, 17ാമത്തെ ഓവറിൽ വിക്കറ്റ്. ഒരു ഓവർ ഒഴിച്ചു നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാ ഓവറിനകത്തും ഇവരുടെ ബാറ്റ്സ്മാൻമാർ വിക്കറ്റ് കൊണ്ട് കളയുന്നു. കളഞ്ഞതല്ല, ചില വിക്കറ്റൊക്കെ കൊണ്ട് കൊടുത്താന്ന് പറയണം. ശ്രേയസിന്റെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ സീസണിനകത്തൊക്കെ ഷോർട്ട് ബോളിലാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സീസൺ പരിശോധിക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് ശ്രേയസ് അയ്യറിനെതിരെ ബോൾ ചെയ്യുന്നത്. ബൗൾഡ് ആവുകയാണ് ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ. ഒരു ബ്രില്യൻ്റ് ആയിട്ട് ബോളിംഗ് ആയിരുന്നു കേട്ടോ ലോഡ് താക്കൂർ ഒന്ന് കാഴ്ചവെച്ചത്. ലോഡ് താക്കൂർ ഇങ്ങനെയാണ്, ഇടയ്ക്കും അത് ഇങ്ങനെയൊക്കെ ഒരു മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കും. അടി അല്പം കൊണ്ടാലും വിക്കറ്റ് എടുക്കും. ലോഡ് താക്കൂർ വന്ന് വിക്കറ്റ് എടുക്കുന്നു. നിർണായകമായിട്ടുള്ള 4 വിക്കറ്റല്ലേ എടുത്തത്. പഞ്ചാബിന്റെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു ശ്രേയസ് അയ്യർ, ഒരു കൂപ്പർ കോൺലി, അവർ ഓപ്പണർമാർ കളിച്ചില്ലെങ്കിൽ ടീമില്ല. ശശാങ്ക് സിംഗിനെയൊക്കെ എന്തിനാണോ ടീമിൽ വെച്ചേക്കുന്നത് ഒരു പിടിയില്ല. ഈ സീസണിനകത്ത് ഒരു 50 റൺസ് പോലും കണ്ടെത്താൻ ശശാങ്ക് സിംഗിന് കഴിഞ്ഞിട്ടില്ല. 5 ക്യാച്ച് കൊണ്ട് കളഞ്ഞ ഒരു പ്ലെയറാണ്. ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഇന്നൊരു അവസരം ഉണ്ടായിരുന്നു, കഴിഞ്ഞ കളി ഡൽഹിക്കെതിരെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും ശശാങ്ക് സിംഗിന് ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ശശാങ്ക് സിംഗിനെ മിസ്റ്റേക്കിലാണ് ടീമിലേക്ക് വിളിച്ചെടുത്തത്. അത് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് ശശാങ്ക് സിംഗ് നോക്കുവാണെങ്കിൽ ഈ സീസണിനകത്ത് ഉടനീളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈ നോക്കുവാണെങ്കിൽ ഒരുപാട് ക്യാച്ചസ് കൊണ്ട് കളഞ്ഞെങ്കിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ബുംറയുടെ ക്യാപ്റ്റൻസി അവിടെ പരിശോധിക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു. ബോളിംഗ് റൊട്ടേഷൻ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിരുന്നു. ഷാദുൽ താക്കൂറിനെ കൊണ്ടുവരുന്നു, ആ ഓവറിനകത്ത് 2 വിക്കറ്റ് എടുപ്പിക്കുന്നു. തൊട്ടേ അടുത്ത ഓവർ നോക്കുവാണെങ്കിൽ രാജ് ബാവയ്ക്ക് കൊടുക്കുന്നു, അവിടെ 1 വിക്കറ്റ് എടുക്കുന്നു. വേറെ ക്യാപ്റ്റന്മാരായിരുന്നെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു RCBക്കെതിരെ റൺസ് വഴങ്ങിയത് രാജ് ബാവയാണെന്ന് തോന്നുന്നു, അവസാനം കൊണ്ട് പരാജയപ്പെടുത്തിയത്. സോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ബുംറ നോക്കുവാണെങ്കിൽ ബോളിംഗ് റൊട്ടേഷൻ കൊടുക്കുന്നു. ഓരോ ഓവർ നോക്കുവാണെങ്കിൽ ബുംറയുടെ സേവ് ചെയ്യുന്നു രാജ് ബാവയ്ക്ക് കൊടുത്തതുകൊണ്ട്. മുംബൈ നോക്കുവാണെങ്കിൽ അവസാന സീസണിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയൊക്കെ പോയപ്പോഴത്തേക്ക് ആ ടീം അല്പമൊക്കെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ആൾറെഡി എലിമിനേറ്റഡ് ആയി. ഇനി മറ്റുള്ള ടീമിന്റെ വിജയത്തെ തടയുക, ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങളും പോകണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാം. ഇനി പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം 2 മത്സരമുണ്ട്. അടുത്ത കളി RCBക്കെതിരെയാണ്. ഇങ്ങനെ ഒരു ഫോമിൽ നിൽക്കുമ്പോഴത്തേന് എങ്ങനെ RCB അവർക്ക് പരാജയപ്പെടുത്താൻ പറ്റും? RCB നോക്കുവാണെങ്കിൽ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് അത്ര ഒരു പീക്കിലല്ല. പക്ഷേ വിരാട് കോഹ്ലിയുടെ ഒരു ഫോമൊക്കെ എടുത്ത് പരിശോധിക്കുവാണെങ്കിൽ വളരെ പ്രയാസമെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് LSG ആണ്. LSGക്ക് ഇനി മേളിൽ ആകാശവും താഴെ ഭൂമിയാണ്. അവർക്കും ഇത് തന്നെ ഉള്ളൂ. ഗോയങ്കജിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു പെർഫോമൻസ് അവർക്കും കാഴ്ചവെക്കണം. അത് അവർ കാഴ്ചവെക്കുവാണെങ്കിൽ മേ ബി പഞ്ചാബ് തീരും. ഫസ്റ്റ് ഹാഫിനകത്ത് 6 കളി ജയിക്കുന്ന ഒരു ടീം സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേന് താണ്ട് കിടക്കുന്നു, 5 കളി തോക്കുന്നു. ഇനി 2-2 കളിയുണ്ട്. സോ ഇന്നെന്തായാലും പഞ്ചാബ് തോറ്റതോടെ CSKക്കുള്ള പ്രതീക്ഷകൾ എന്തായാലും വർദ്ധിച്ചു. നാളെ CSK LSGയെ പരാജയപ്പെടുത്തുവാണെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് CSKക്ക് വരാം. സോ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവസരങ്ങളുണ്ട്. 2 കളി ജയിക്കുവാണെങ്കിൽ 17 പോയിന്റ് ആവും. തിരിച്ചു വരാൻ ചാണക്യനായ പോണ്ടിങ്ങിനും ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറിനും കഴിയട്ടെ എന്ന് മാത്രം പറയാം.